ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ആരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ എടുത്താൽ ഇപ്പൊ ആ പുള്ളി മാത്രമേ ഉള്ളൂ, ഏത് തിയേറ്ററിൽ പോയാലും കാണും. മനസ്സിലായില്ല? ഇല്ല. ഞാനൊരു ക്ലൂ തരാം. ആലിലയിൽ കിടക്കും. ഇപ്പൊ തന്നെ മനസ്സിലാക്കാനും വേറെ ആരുമില്ല, അലിൻ ജോസ് പെരേര. ഹായ്. നമസ്കാരം. ഇത് എന്തു ആൾക്കാർക്ക് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ആള് നേരിട്ട് ഭയങ്കര പാവം, വന്നപ്പോ തന്നെ ഭയങ്കര എന്റെ സംസാരിക്കാൻ പെണ്ണുങ്ങളോട് ഞാൻ വലിയ സംസാരിക്കത്തില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അച്ഛൻ എന്താ ചെയ്യുന്നത് ഇപ്പൊ? അച്ഛൻ ഗൾഫിലാണ്. ഓ, റിച്ച് ആണ്. അപ്പൊ എന്തിനാ വീട്ടിൽ വിളിച്ച് കാശ് ചോദിക്കാനാ? ഞങ്ങള് പാവങ്ങളാ. നാണവാ. ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോ എന്തോ കേട്ടിട്ടില്ല, എന്തോന്നൊക്കെ ചോദിക്കുന്നത്, റേറ്റിംഗ് എന്തോന്നാ ചോദിക്കുന്നത്? പണ്ട് വടുതലിൽ വെച്ചൊരു വെടിക്കെട്ടുകാരന്റെ മകളെ നീ വെടിവെക്കാൻ അല്ല പരിചയപ്പെടാൻ പോയത് ഓർമ്മയുണ്ടല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്ന്? ബോധമില്ലാണ്ട് ഐസിയിൽ 3 ദിവസം, പിന്നെ വാർഡിൽ 1, 2, 3, 4. എന്നെ എത്തിയില്ല, നടന്നിട്ടെണ്ണം. മരങ്ങളുള്ള സ്ഥലത്ത് പോയിട്ട് നീറ്റായിട്ട് 2-3 സ്റ്റെപ്പ് അടിക്കാനുള്ളത്, അല്ലാണ്ട് അതും നിങ്ങളെ പോലത്തെ ചേച്ചി ഇല്ല. എടാ, എനിക്ക് നിന്നെക്കാട്ട് ഏജ് കുറവാണ്. പിഞ്ചു കുഞ്ഞാണല്ലേ? അയ്യോ അല്ല, 30 വയസ്സാകാൻ പോവാ. അപ്പൊ എന്നെ പോ തന്നെ സുന്ദരി കുട്ടികളോടെയാണ് ഡാൻസ് കളിക്കുന്നത്. സുന്ദരിയാണ്. മുതുകത്തൊരു സ്കൂൾ ബാഗും കയ്യിലൊരു വാട്ടർ ബോട്ടിലും കൂടെ ഉണ്ടെങ്കിൽ UKG പിങ്കി മോളെന്നേ പറയൂ. ഇനി സ്വല്പം മ്യൂസിക് കേൾക്കാം. എനിക്ക് പാടാനൊരു പാട്ടിനുണ്ടൊരു പെണ്ണ്, എനിക്ക് കൂടാനൊരു കൂട്ടിനുണ്ടൊരു പെണ്ണ്. എന്ത് തല്ലിപ്പുള്ളി പാട്ട്! കിളിയാമ്പലപ്പയ തേകി വന്നത് കണ്ടാൻ, എങ്ങനെ കിളി കണ്ടാൽ നുണയല്ലേ ചിരിപ്പെണ്ണ്. ഇതെന്താ പാട്ട്? ഇതാണ് കോളനിക്കാരെത്ര നിർബന്ധിച്ചിട്ടും ഞാൻ ഈ റിയാലിറ്റി ഷോയിലൊന്നും പാടാൻ പോകാത്തത്. അതെ, ഇവന് ഓൾറെഡി പ്രാന്ത് ഉണ്ടല്ലേ. പെരേര ക്രഷ് ഇപ്പൊ ഹണി റോസ് ആണ്. എന്താണ് ഹണി റോസിന് ക്രഷ് ആവാൻ റീസൺ? ഉദ്ഘാടനം ക്രഷ് ആയെന്നാണ്. നാളെ വരുന്ന എന്തിനാ? ഒരു കമ്പിന്റെ മുകളിൽ സാരി ഉണ്ട്, അതിന്റെ പിന്നാലെ പോയിരുന്ന മനുഷ്യനാ. എന്ത് തോന്നുന്നു? വളരെ വിജ്ഞാനപ്രദമായ ഒരു ചർച്ചയായി തോന്നി സാർ.